മുഖ്യമന്ത്രി ചർച്ച അനിശ്ചിതമായി നീളുമ്പോൾ സ്തംഭിച്ച് ഭരണ സംവിധാനം. സെക്രട്ടേറിയറ്റിൽ 10 ദിവസമായി നാഥനില്ലാതായതോടെ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഉദ്യോഗസ്ഥർ. പല പ്രധാനപ്പെട്ട ഫയലുകളിലും തീരുമാനമെടുക്കാനാകുന്നില്ല. സെയ്ഫ് വീണ്ടും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ്, സ്വാഭാവികമായ ഒരു സംഗതിയാണ് എന്ന് വെച്ചാൽ വേഗത്തിൽ ഒരു ക്ലീൻ ആൻഡ് കൂൾ മാൻഡേറ്റ് കിട്ടിയപ്പോൾ വേഗത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കും UDF എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ 9 ദിവസം പിന്നിടുകയാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് കണ്ടെത്തിയാൽ തന്നെയും മന്ത്രിമാരെ കണ്ടെത്തണം. അതൊക്കെ കഴിഞ്ഞ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഡേറ്റ് തയ്യാറാവണം. അപ്പോൾ ഇനിയും സമയം നീളും. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇല്ലാത്ത, സർക്കാരില്ലാത്ത ഈ സമയം സെക്രട്ടേറിയറ്റിൽ എത്ര വലിയ പ്രയാസങ്ങൾക്കും സ്തംഭനാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ ഈ പല ട്രോളുകളും പല രീതിയിൽ കാണുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായത് നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുതയെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസമായിട്ട് പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയാതെ ഉദ്യോഗസ്ഥർ നിലനിൽക്കുകയാണ്. അതിന് ഇപ്പോൾ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് പുതിയ സർക്കാരാണ്. അധ്യാപകരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് സർക്കാരാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 പേർ മരിച്ചു. അവർക്കുള്ള ധനസഹായം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആരാണ് എന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് സെയ്ഫ് വായിച്ചു നോക്കണം. അതിനകത്ത് ചീഫ് സെക്രട്ടറി തീരുമാനമെടുക്കണം എന്നുള്ളതാണ് KC വേണുഗോപാലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇവർക്കുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കണം എന്ന് പറയുന്നത്. അതായത് ഒരു ഭരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് പല ഫയലുകളും നീങ്ങുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഫയലുകളടക്കം. എന്തെങ്കിലും കേരളത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആര് തീരുമാനമെടുക്കും? ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ പലതരത്തിലുള്ള ആശങ്ക. ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിൽ നിന്ന് നേരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള സർക്കാരായിരിക്കും സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത്. ഉദ്യോഗസ്ഥരെടുക്കുന്ന തീരുമാനവും സർക്കാരിന്റെ നയപരമായ സമീപനവും തമ്മിൽ പ്രശ്നമുണ്ടാവുകയോ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ബലിയാടായി പോവില്ലേ എന്നുള്ള തോന്നൽ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് സ്വന്തമായ ഒരു തീരുമാനമെടുത്ത് അവർക്ക് പോലും കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയോ കേരളത്തിനൊരു ഭരണ സംവിധാനമോ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് അത് ജനങ്ങൾ പോകും എന്നൊരു വസ്തുതയാണ് നിലനിൽക്കുന്നത്. അതൊരു ഭരണ സ്തംഭനത്തിലേക്ക്. ഇപ്പോൾ തന്നെ ഫയലുകൾ അങ്ങനെ കാര്യമായി നീങ്ങുന്നില്ല. ആ ഫയലുകൾ നീങ്ങാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് മാറണം. എന്തായാലും സർക്കാരില്ലായ്മ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ വലിയ ഭരണ സ്തംഭനത്തിനിടയാക്കുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇന്ന് ഈ ഒരു പകലിനപ്പുറത്തേക്ക് അത് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്